CN2/2025 ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ എന്ന് പറയുന്ന പോസ്റ്റിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് വളരെ ക്വിക്കായിട്ട് ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മളൊരു സോൺ സെലക്ട് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ റെയിൽവേ എക്സാംസുകളുടെ പ്രത്യേകത നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു സോണിലേക്ക് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മൾ ആ സോൺ വളരെ കെയർഫുള്ളായിട്ട് സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യത കുറയുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ എപ്പോഴും നമ്മൾ ജോലി സാധ്യത എന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്യുന്ന സോണിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രേഡ് 1 സിഗ്നലിൽ എങ്ങനെയാണ് ഒരു സോൺ നമ്മൾ പ്രോപ്പറായിട്ട് ചൂസ് ചെയ്യുക. നമ്മൾ ഒരിക്കലും അപ്ലിക്കേഷൻ നമ്മൾ ലാസ്റ്റിലേക്ക് ഒന്ന് കൊണ്ടുപോയിട്ട് മാറ്റി വെക്കരുത്. എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാനുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യണം. അപ്പോൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് വരുന്നൊരു സംശയമാണ് ഏത് സോണാണ് സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നലിൻ്റെ കേസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാറുണ്ട്, സോൺ ചൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നലിൻ്റെ വേക്കൻസീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യാൻ പോകുന്ന സോണുകളിൽ ഒന്നെന്ന് പറയുന്നത് ട്രിവാൻഡ്രം സോണും അതേപോലെ തന്നെ ചെന്നൈ സോണും അതേപോലെ തന്നെ ബാംഗ്ലൂർ സോണുമാണ് അല്ലേ. അപ്പോൾ ഈ 3 സോൺസുകളിലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും സൗത്ത് ഇന്ത്യൻ ആയിട്ടുള്ള എല്ലാം ഞാൻ എടുത്തിട്ടില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ സെലക്ട് ചെയ്യാത്ത സോൺ എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്കന്ദരാബാദ് സോൺ ഞാൻ സെലക്ട് ചെയ്തിട്ടില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് സെക്കന്ദരാബാദിൽ ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നലിൻ്റെ വേക്കൻസി ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ 3 സോണുകളാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള 3 സോണുകൾ. അപ്പോൾ അതിൽ തന്നെ കൺഫ്യൂഷൻസ് ഉണ്ടാവും ഇതിൽ ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളത്. പിന്നെ ഞാൻ ഒരു ഓപ്ഷനോട് ഇവിടെ കൊടുത്തിട്ടുണ്ട് മുംബൈ. അത് കാരണം മറ്റൊന്നുമല്ല, കമ്പാരിറ്റീവ്ലി വേക്കൻസീസ് ഏറ്റവും കൂടുതലുള്ള ഒരു സോൺ എന്നുള്ള നിലയിലാണ് മുംബൈ സോൺ കൂടി നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ എന്ന് പറയുന്ന പോസ്റ്റിൽ നമ്മൾ ഏത് സോണാണ് സെലക്ട് ചെയ്യേണ്ടത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്ത് 6 വേക്കൻസീസ് ഉള്ളത്, അതേപോലെ തന്നെ ചെന്നൈയിൽ 9 വേക്കൻസീസ് ഉള്ളത്, ബാംഗ്ലൂർ 9 വേക്കൻസി. ഇങ്ങനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇതിൻ്റെ ഒരു വേക്കൻസി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ സോൺ ചൂസ് ചെയ്യുന്ന സമയത്ത് പല ക്രൈറ്റീരിയകളുണ്ട്. ഒന്ന്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എവിടെയാണ് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ കേരളത്തിൽ തന്നെയാണോ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെന്നൈ ആണെങ്കിലും ഓക്കെ ആണോ, ബാംഗ്ലൂർ ആണെങ്കിലും ഓക്കെ ആണോ. അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ തന്നെയായിരിക്കണം നമ്മൾ ആദ്യം സെലക്ട് ചെയ്യേണ്ടത്. ഇവർ 3 പേരും നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേക്കൻസി വൈസ് നോക്കുകയാണെങ്കിൽ വലിയൊരു എന്താ പറയുക ചേഞ്ച് കാണാൻ സാധിക്കുന്നില്ല അല്ലേ. ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂർ നോക്കുകയാണെങ്കിൽ 9, ചെന്നൈയിൽ 9 ഉണ്ട്, കേരളത്തിൽ 3 ആണുള്ളത്. കമ്പാരിറ്റീവ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ 3 സോണും ഏതാണ്ട് ഒരേപോലെയാണെന്ന് വേണമെങ്കിൽ പറയാം. അതിന് ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടത്തെക്കാട്ടിൽ വേക്കൻസി ഇവിടെ കുറവാണെങ്കിലും കോമ്പറ്റീഷൻ വൈസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി കുറവ് വരാൻ പോകുന്നത് എവിടെ ആയിരിക്കും, ട്രിവാൻഡ്രം സോണിലാണ്. ചെന്നൈ സോണിനെക്കാട്ടിലും അതേപോലെ തന്നെ ബാംഗ്ലൂർ സോണിനെക്കാട്ടിലും ആളുകൾ കുറവ് വരാൻ പോകുന്നത് ട്രിവാൻഡ്രം സോണിലാണ്. കാരണം ട്രിവാൻഡ്രം ഒരു ചെറിയ സോൺ ആയതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഒരു കാരണം. അപ്പോൾ ആ ഒരു പ്രൊപ്പോർഷനാലിറ്റി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 3 സോണുകളെയും ഒരേ രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാം. ഇനി ഇതിലൊരു വ്യത്യാസം വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അൺറിസർവ്ഡ് കാറ്റഗറി ആണെങ്കിൽ കൂടുതൽ ഒഴിവുകൾ വരുന്നത്, അതായത് നിങ്ങളൊരു ജനറൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾ ചെന്നൈ സോണ് പ്രിഫർ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. കാരണം ചെന്നൈ സോണിൽ അൺറിസർവ്ഡ് കാറ്റഗറിയിൽ 6 ഒഴിവുകൾ വരുന്നുണ്ട്. ഇനി അതല്ല നിങ്ങളൊരു OBC കാൻഡിഡേറ്റ് ആണെങ്കിൽ ഈ 3 സോണുകളിൽ നമ്മൾ ഏറ്റവും പ്രിഫർ ചെയ്യേണ്ടത് കേരള സോൺ തന്നെയാണ്. നിങ്ങളുടെ OBC കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് ട്രിവാൻഡ്രം സോൺ തന്നെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. അതേപോലെ തന്നെ നിങ്ങളൊരു SC കാറ്റഗറിയിലാണെങ്കിൽ SC കാറ്റഗറിയിൽ ബാംഗ്ലൂരാണ് ഏറ്റവും ബെറ്റർ. ST കാറ്റഗറി ആണെങ്കിലും ബാംഗ്ലൂരാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് പറയുന്നുണ്ടെങ്കിലും ഈ ഓപ്ഷൻസ് ഞാൻ പറയുന്നുണ്ടെങ്കിലും ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അതായത് നിങ്ങൾ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ലൊക്കേഷൻ ഉണ്ട്, അതുകൂടി നിങ്ങൾ ഈ സോൺ സെലക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ചൂസ് ചെയ്യാം. ഇത്തവണ കമ്പാരിറ്റീവ്ലി ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നലിൻ്റെ വേക്കൻസി ഇത്രയേ ഉള്ളൂ എങ്കിൽ പോലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം എന്ന് പറയുന്ന ഒരു വലിയ എക്സാം കടന്നു വരാൻ പോവുകയാണ്. അപ്പോൾ ആ എക്സാമിൻ്റെ ഒരു റിഹേഴ്സൽ ആണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സെമി ഫൈനലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ടെക്നീഷ്യൻ ഗ്രേഡ് 1 എക്സാമിന് നിങ്ങൾക്ക് കാണാം. കാരണം ടെക്നീഷ്യൻ ഗ്രേഡ് 1 എക്സാം എന്ന് പറയുന്നത് ഒരു നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള പോർഷൻസുകൾ വരുന്ന ഒരു ടോപ്പിക്കുള്ള എക്സാംസ് ആണ്. തീർച്ചയായിട്ടും ഇതിൽ വരുന്ന പല ടോപ്പിക്കുകളും RRBയുടെ ജൂനിയർ എഞ്ചിനീയറിലും അസിസ്റ്റൻറ്റ് ലോക്കോ പൈറ്റിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ എക്സാമിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, RRB എക്സാംസുകളുടെ ഒരു റിഹേഴ്സലായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സെമി ഫൈനലായിട്ട് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. അപ്പോൾ RRB ടെക്നീഷ്യൻ എക്സാമിന് പഠിച്ചു തുടങ്ങാൻ നിങ്ങൾ എൻട്രിയോടൊപ്പം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൾ ഓർ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നമ്മുടെ ഈ ഒരു RRBയുടെ ടെക്നീഷ്യൻ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സോ RRB ടെക്നീഷ്യൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.